ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്നതാ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കണേ. ഒരുപാട് ലെങ്ത്തുള്ള വ്ളോഗൊന്നുമല്ല, ചെറിയൊരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ദാ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ദാ അതിന് പോകാനായിട്ട് ഇതാ റെഡി ആയി നിൽക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇക്കതാ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇക്ക വണ്ടി പോയേക്കുമായിരുന്നു. ഇക്ക വണ്ടി പോയിട്ട് വന്നപ്പോൾ താമസിച്ച് പോയി. ഏകദേശം സമയം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കല്യാണം. അപ്പോൾ അതാ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഈ ചെരുപ്പുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഞാനങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വല്ല ഇടയ്ക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തു വയ്ക്കും കേട്ടോ. വല്ലപ്പോഴും പോകുമ്പോൾ മാത്രമാണ് ഇടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പൂച്ചക്കുട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ പൂച്ചക്കുട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ നിച്ചുക്കുട്ടൻ എന്തായിരുന്നു? നിച്ചുക്കുട്ടൻ എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഓഡിറ്റോറിയം. അപ്പോൾ അവൻ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും കൂടെ പോയിട്ടോ. പിന്നെ ഞാൻ ഇക്ക വന്നു കഴിയുമ്പോൾ വന്നേക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ അങ്ങനെയാണ് കേട്ടോ. വാപ്പച്ചിയൊക്കെ ഉണ്ടെങ്കിൽ വാപ്പച്ചിയുടെ കൂടെ തന്നെ പോകും കേട്ടോ. ഞങ്ങളുടെ കൂടെ വരാനോ കാര്യങ്ങൾക്കോ നിൽക്കില്ല. അവനക്ക് അങ്ങനെ വാപ്പച്ചിയുടെയും കൂടെ പോകാനായിട്ട് ഇഷ്ടം. അപ്പോൾ നമ്മുടെ മറ്റേ പൂച്ചക്കുട്ടൻ ഇവിടെ ഇതിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീടൊക്കെ പൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ വാപ്പച്ചി ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ, എവിടെ എത്തി പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞത് ഞങ്ങളങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓഡിറ്റോറിയത്തിലേക്ക് എത്തി കുറച്ച് നേരം ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു. കുറച്ച് നേരം ഇതിൽ കൂടെ ചുറ്റിക്കറങ്ങി നടന്നു. അതിനുശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ വാപ്പച്ചിയുടെ പെങ്ങളാണ്. എൻ്റെ അമ്മായിയില്ലേ, അമ്മായി എന്ന് പറയും, വാപ്പച്ചിയുടെ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ അനിച്ചുകുട്ടൻ അമ്മയുടെ മടിയിലിരിക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഈനാന്നാണ് കേട്ടോ വിളിക്കണേ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിച്ചുകുട്ടൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണ വീട്ടിലല്ല, ഓഡിറ്റോറിയത്തിൽ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ചിക്കൻ ഫ്രൈയുടെ പൊടി മാത്രമാണ് കിട്ടിയുള്ളൂ. പിന്നെ രണ്ടാമത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട് കേട്ടോ. അതേയും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണി, അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു, ഒന്നും പറയാനില്ല. വളരെ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്നുകൂടെയും കല്യാണത്തിൻ്റെ അവിടേക്ക് ഒന്നുകൂടെയും ചുറ്റിക്കറങ്ങിയൊക്കെ നിന്ന് കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു കേട്ടോ. ഒത്തിരി നേരം ഒന്നും ചുറ്റിക്കറങ്ങിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിൽ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു കേട്ടോ. അപ്പോൾ നിച്ചുകൂടന് ഐസ്ക്രീം കാര്യങ്ങളെല്ലാം മേടിച്ച് കൊടുത്തു. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല. ഞാൻ ലെമൺ ടീ കുടിച്ചു കേട്ടോ. ലെമൺ ടീയാണ് ഞാൻ കുടിച്ചോളൂ. ഐസ്ക്രീം ഞാൻ കുടിച്ചില്ല. ഏകദേശം തൊണ്ടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീമൊന്നും കഴിച്ചില്ല കേട്ടോ. ലെമൺ ടീ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗ്ലാസ് ജ്യൂസോടെയും കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഓഡിറ്റോറിയം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടം ചെയ്താൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.